നിലമ്പൂരിൽ UDF നേടിയ ഉജ്ജ്വല വിജയത്തോടെ കേരളത്തിൽ ഭരണമാറ്റം നടന്നു കഴിഞ്ഞു എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പ്രതികരിച്ചത്. കേരളത്തിലെ ഏറ്റവും ശക്തമായ മുന്നണിയായി UDF മാറിയെന്നും 2026 കൊടുങ്കാറ്റ് പോലെ UDF അധികാരത്തിൽ വരുമെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായത്തിന്റെ പ്രതിഫലനമാണ് നിലമ്പൂരിലെ വിജയമെന്നാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചത്. പ്രമുഖ UDF നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ വിജയത്തിനർത്ഥം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള കേരളായി ഗവൺമെൻറ് ഒരു കെയർടേക്കർ ഗവൺമെൻറ്റാണ്. ഇത് 2026 കൃത്യമായ ചൂണ്ടുപലകയാണ് എന്നുള്ളതിന് സംശയമില്ല. അതിനകത്ത് പിണറായി വിജയൻ സർക്കാരിന് ഇനി ഭൂരിപക്ഷം നിയമസഭയിലുള്ളതുകൊണ്ട് തുടരാം. പക്ഷേ ജനങ്ങൾ നിങ്ങളെ തിരസ്കരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലാസ്റ്റ് തെളിവാണ് ഈ തെളിവ്. ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഒരു വിധി എഴുത്താണ്. ഇത് കണ്ടിട്ടെങ്കിലും പാഠം പഠിക്കണം. ജനവിധി കണ്ട് പാഠം പഠിക്കാൻ CPM നേതൃത്വവും കേരള ഗവൺമെന്റും മനസ്സിലാക്കണം. ഇത് സെമി ഫൈനലായിരുന്നു. ഈ സെമി ഫൈനലിൽ UDF വിജയിച്ചു. ഫൈനലിലേക്ക് ഞങ്ങൾ വിജയത്തിലേക്ക് ഫൈനലിൽ കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDFന്റെയും മുഴുവൻ പ്രവർത്തകന്മാർക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. രാഷ്ട്രീയമായിട്ട് ജനങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു, മനസ്സിലാക്കി, അതിനനുസരിച്ച് അവർ വോട്ട് ചെയ്തു. UDFന്റെ രാഷ്ട്രീയ വിജയമാണ്. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കുള്ള നല്ലൊരു ചൂണ്ടുപലക കൂടിയാണ് നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു റിസൾട്ടാണ്. ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള പൊതുജനത്തിൻ്റെ വികാരപരമായ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് UDFന് അനുകൂലമായ ഈ രാഷ്ട്രീയ സാഹചര്യം. UDFന് വൻ വിജയം നേടിക്കൊടുത്തത് ജനവിരുദ്ധ ഈ സർക്കാർ വിരുദ്ധ വികാരം തന്നെയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയാണ്. നല്ലൊരു പ്രവർത്തനം പാർട്ടി കാഴ്ചവെച്ചു. എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് തന്നെ ഫീൽഡിലുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകി. അതിൻ്റെയൊക്കെ വിജയമാണ് ഇത്. കൂട്ടായിട്ടുള്ള വിജയമാണ്.